കൊച്ചി കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ ജോൺ എബ്രഹാം അനുസ്മരണവും അമ്മ അറിയാൻ സിനിമ പ്രദർശനവും സംഘടിപ്പിച്ചു. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ ടാഗോർ ടാക്സിന്റെ ആഭിമുഖ്യത്തിൽ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സഹകരണത്തോടെ ജോൺ എബ്രഹാം അനുസ്മരണവും അമ്മ അറിയാൻ സിനിമാ പ്രദർശനവും സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി ചെല്ലാനം കടപ്പുറങ്ങളിൽ അരങ്ങേറിയ നായ്ക്കളി എന്ന സാമൂഹ്യ വിമർശന നാടകത്തിലും അമ്മ അറിയാൻ സിനിമയുടെ ചിത്രീകരണത്തിലും ജോണിനോടൊപ്പം സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ജോണിന്റെ പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ചുകൂടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചു. മലയാള സിനിമാ രംഗത്ത് എക്കാലത്തെയും ജീനിയസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജോൺ അച്ചടക്കമില്ലാത്ത ജീവിതശൈലിയാണ് പിന്തുടർന്നിരുന്നത് എങ്കിലും ആരെയും അത്ഭുതപ്പെടുത്തുന്ന വീക്ഷണശാലിയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ ഓർത്തെടുത്തു. അന്ന് കൂടെ ഉണ്ടായിരുന്ന പലരും മൺമറഞ്ഞു പോയെങ്കിലും ഇന്നും ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് സാലി, കെ ബഷീർ, വി സി ജോസഫ്, എ ടി വില്ലി, പി എസ് സിദ്ദീഖ്, രമേശ് അവലാദി, വർഗീസ് തോമസ്, സി എക്സ് ആന്റണി എന്നിവരിലൂടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ജോൺ സ്മൃതിയിൽ അനാവരണം ചെയ്തത്. സി എ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെട്രോ ഫിലിം സൊസൈറ്റി സെക്രട്ടറി ടി ആർ ജോർജ്, തോമസ് കോർശ്ശേരി, പി എസ് പ്രമോദ്, എം ആർ ശശി, പ്രീത സജ്കുമാർ, വി കെ ശശിധരൻ മാസ്റ്റർ, മാർഷൽ ഫിലിപ്പ്, പി പി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. അന്ന് അവിടെ നിന്നിട്ടാണ് നായ്ക്കളിയുടെ ആ പ്രാഥമിക സാധനം പുള്ളിക്ക് ഉടലെടുക്കുകയും അന്നത്തെ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ സമകാലിക രാഷ്ട്രീയവും മറ്റു വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ പോലെ കറക്റ്റാണത്. അങ്ങനെയാണ് ആ നാടകത്തിൻ്റെ ഫോം ചെയ്തത്. പക്ഷേ എനിക്ക് അന്ന് ഇന്നും ഓർമ്മയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പ്രേക്ഷകരെക്കാൾ കൂടുതൽ ക്രൈംബ്രാഞ്ചുകാരായിരുന്നു കാണികൾ. കാരണം രാത്രിയിൽ ഞങ്ങൾ ഈ നാടക റിഹേഴ്സലും ഇത്യാദി കാര്യങ്ങൾ ഞാൻ താമസിക്കുന്ന എവിടെയാണ് കരുവേലിപ്പടിയിൽ. പക്ഷേ ഫോർട്ട് കൊച്ചിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയുടേതായ അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അവിടുത്തെ വ്യക്തികളുടെ അവിടെ പ്രാദേശിക പ്രശ്നങ്ങൾ ഒരു കാര്യം മറ്റൊരാളോട് ചോദിക്കുകയും അയാൾ തിരിച്ചു ചോദിക്കുകയും ആ രീതിയിലാണ് ആ നാടകം പുരോഗമിക്കുന്നത്. പക്ഷെ അത് ചെല്ലാനത്ത് പോകുമ്പോൾ ചെല്ലാനത്തിൻ്റെതായ പ്രശ്നങ്ങളാണ് നായ്ക്കളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പണിപ്പുരയെ പറ്റി പറയണ്ട, പണിപ്പുര സത്യത്തിൽ ഒരു യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു അല്ലേ? നാടകം 82 നവംബറിലാണ് ഈ നായ്ക്കളി എന്ന അങ്ങനെയാണ് അയാൾ അതിന് പേരിട്ടത്. അതായത് ഒരു ചരക പലകയിൽ അപ്പുറം ഇപ്പുറം 2 നായ്ക്കളിയുണ്ട്, കരുതട്ടി താഴെയിടുന്നു. ഇതാണ് അതിൻ്റെ ഫോം. അങ്ങനെ ഈ നായ്ക്കളി തുടങ്ങുന്നത് ബാബറി മസ്ജിദ് മന്ദിർ പറഞ്ഞൊരു തന്നെയല്ല, ഒരു ബഹളമുണ്ടായിരുന്നു. അതിൻ്റെ ആ പശ്ചാത്തലമാണ് ആദ്യം ഇയാൾ തിരഞ്ഞെടുക്കുന്നത്. അതായത് 4 ആളുകൾ ഒരു മണ്ണിൽ എന്തോ തിരിയുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി. ഡിഗ്രിയോ ഡിപ്ലോമയോ എന്തുണ്ടായിട്ടെന്താ, കാര്യങ്ങൾ ജോറായി നടക്കണമെങ്കിൽ നല്ല ജോലി, മികച്ച ശമ്പളവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടി ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള NCVT സർട്ടിഫിക്കറ്റോട് കൂടിയ ഫിറ്റർ കോഴ്സ്, ടാറ്റ സർട്ടിഫിക്കറ്റോടെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ വെൽഡർ കോഴ്സ്, കൂടാതെ വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ വളരെ കുറഞ്ഞ ഫീസിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ഇനി ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ITI നിന്നും പഠിക്കാം.